KSRTC ബസ്സുകളിൽ 65 വയസ്സു കഴിഞ്ഞവർക്ക് യാത്രാനുകൂല്യം അനുവദിക്കണമെന്ന് സീനിയർ സിറ്റിസൺസ് കോൺഗ്രസ് മലമ്പുഴ നിയോജക മണ്ഡലം നേതൃയോഗം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. യോഗത്തിൽ സി വേലായുധൻ, KK വേലപ്പൻ, വേലപ്പൻ പെരുവെമ്പ്, ജേക്കബ് അകത്തേത്തറ എന്നീ മുതിർന്ന നേതാക്കളെ ആദരിച്ചു. നിർത്തലാക്കിയ റെയിൽവേ യാത്രാനുകൂല്യം പുനഃസ്ഥാപിക്കുക, വയോജന വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കുക, ജില്ലാടിസ്ഥാനത്തിൽ വയോജന ബോർഡ് സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗം ഉന്നയിച്ചു. സീനിയർ സിറ്റിസൺസ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ PP വിജയകുമാർ നേതൃയോഗം ഉദ്ഘാടനം ചെയ്തു. ധാരാളം കാര്യങ്ങളുമായി വളരെ കൃത്യനിഷ്ഠയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനാ സംവിധാനം നമുക്ക് വേണം. ആ സംഘടനാ സംവിധാനം എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മെമ്പർഷിപ്പ് ചേർത്തി ഈ സംഘടനയുടെ സന്ദേശം ഗ്രാമങ്ങളിൽ എത്തിച്ച്, വാർഡുകളിൽ എത്തിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം. സീനിയർ സിറ്റിസന് നിലവിൽ നൽകിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി എടുത്തു കളഞ്ഞിട്ടുള്ള ഗവൺമെൻറ്റാണ് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് അനുവദിച്ചിട്ടുള്ള സീനിയർ സിറ്റിസൺ അനുവദിച്ചിട്ടുള്ള റെയിൽവേ യാത്രാ ആനുകൂല്യം എടുത്തു കളഞ്ഞിരിക്കുകയാണ്. 2018 കോവിഡിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് 2018 എടുത്തു കളഞ്ഞിട്ടുള്ള ആ ആനുകൂല്യം നമുക്ക് പുനഃസ്ഥാപിച്ച് കിട്ടണമെന്ന് നമ്മൾ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ നമുക്കത് പുനഃസ്ഥാപിച്ച് കിട്ടിയിട്ടില്ല. അത് കിട്ടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. UDFൻ്റെ ഗവൺമെൻറ് വന്നു. UDFൻ്റെ ഗവൺമെൻറ് വന്നപ്പോൾ നമുക്ക് ഒരു വയോജന വകുപ്പ് തന്നെ രൂപീകരിച്ചു. UDFൻ്റെ ഗവൺമെൻറ്റിനെ, VD സതീശൻ്റെ ഗവൺമെൻറ്റിനെ നമ്മൾ അഭിനന്ദിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ആ വയോജന വകുപ്പ് നമുക്ക് ഏത് വിധത്തിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് കൂടി നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. നിയോജക മണ്ഡലം പ്രസിഡന്റ് P തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് HA സത്താർ, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ M ഉണ്ണികൃഷ്ണൻ, ജില്ലാ ഭാരവാഹികളായ ഡോക്ടർ A ശിവരാമകൃഷ്ണൻ, KT പുഷ്പവല്ലി നമ്പ്യാർ, KT സഹദേവൻ, KM സിദ്ധാർത്ഥൻ, N നാരായണൻ, രാജേന്ദ്രൻ അകത്തേത്തറ, P ഭാസ്കരൻ, V ധർമ്മപുത്രൻ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.